ഹലോ, ഇന്ന് നമ്മുടെ സ്ട്രേഞ്ച് മെഡിക്കൽ കണ്ടീഷൻ എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം എന്നാണ് കണ്ടീഷന്റെ പേര്. നിങ്ങളുടെ ശരീരം പതുക്കെ സ്റ്റിഫായി മാറുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചലിക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ നിൽക്കാൻ പോലും കഴിയില്ല. ഇതാണ് സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം ഒരു റെയർ ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഈ അവസ്ഥയിൽ മസിലുകൾ അസാധാരണമായി കഠിനമാകും. പ്രധാനമായും പുറം, വയറ്, കാലുകൾ ഈ ഭാഗങ്ങളാണ് ആദ്യം ബാധിക്കപ്പെടുന്നത്. ഈ അവസ്ഥയിൽ മസിൽ സ്പാസം പെട്ടെന്നുണ്ടാകും. ഈ മസിൽ സ്പാസം വളരെ വേദനാജനകമായിരിക്കും. ചിലർക്ക് ശരീരം ഒരു പൊസിഷനിൽ കട്ടിയായി നിന്നു പോകും. ചില ആളുകളിൽ മുട്ടുകളും പുറവും അസാധാരണമായി വളയാതെ നേരെ നിൽക്കും. കാലക്രമേണ ചലനശേഷി കുറയും. ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം ഓരോ ആളിലും ഒരേപോലെ അല്ല ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചിലർക്ക് ലഘുവായിരിക്കും, ചിലർക്ക് അത് സിവിയറായി കാണിക്കും. ഈ രോഗം ആദ്യമായി വിവരിക്കപ്പെട്ടത് 1956 ഡോക്ടർമാർ ഇത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണെന്നാണ്. സാധാരണയായി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗങ്ങളെ തടയാനാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോമിൽ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നാഡീ സിസ്റ്റത്തെ ആക്രമിക്കുന്നു. ഈ അവസ്ഥയിൽ ശബ്ദം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചലനം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പോലും കടുത്ത മസിൽ സ്പാസം ഉണ്ടാക്കാം. ഇത് വളരെ വേദനാജനകമാണ്. ഈ രോഗം പൊതുവായി വളരെ അപൂർവമാണ്. 1 മില്യൺ ആളുകളിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഈ രോഗം ജനപ്രിയമായി ലോകശ്രദ്ധ നേടിയത് ഒരു പ്രശസ്ത ഗായികയുടെ അവസ്ഥയിലൂടെയാണ്. സിലിയൻ ഡിയോൺ എന്ന ലോക പ്രശസ്ത ഗായിക ഈ രോഗമുള്ളതായി പൊതുവിൽ അറിയിച്ചിരുന്നു. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം മാനസിക പ്രശ്നമല്ല, ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഈ രോഗത്തിന് പൂർണ്ണമായ മരുന്നില്ല. പക്ഷേ മസിൽ റിലാക്സൻസ്, ഇമ്മ്യൂണോതെറാപ്പി, ഫിസിയോതെറാപ്പി ഇവ ഉപയോഗിച്ച് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഫിസിയോതെറാപ്പി ഈ അവസ്ഥയിൽ വളരെ പ്രധാനമാണ്. മസിലുകളുടെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ചലനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം ജീവിതത്തെ വളരെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷേ ശരിയായ ചികിത്സയും പിന്തുണയും ഉണ്ടെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു മെഡിക്കൽ കഥയുമായി കാണാം.